ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് യൂസറിൻ്റെ അടുത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് രണ്ടും ആഡ് ചെയ്ത് യൂസർക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതാം. ഇതിൽ അരിത്മാറ്റിക് ഓപ്പറേറ്റർ, അതായത് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് റിമൈൻഡർ കാണുന്ന, റിമൈൻഡറിനെ മോഡുലസ് എന്നും കൂടെ വിളിക്കും, ആ ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസ് നമുക്ക് പഠിക്കാം. രണ്ട് നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു യൂസറിൻ്റെ അടുത്ത് നിന്ന്, എന്നിട്ട് അത് രണ്ടും അതിൻ്റെ സമ്മ് കാണുന്നു, ആൻഡ് ദെൻ അതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിനുള്ള പ്രോഗ്രാം എഴുതാം. sum to num.cpp or actually add to num.cpp. യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും വാങ്ങണം. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് IOStream and then main function എഴുതാം. return 0. അഗെയിൻ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള C++ പ്രോഗ്രാം വെച്ച് തുടങ്ങുന്നു. എന്നിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യം യൂസറിൻ്റെ അടുത്ത് രണ്ട് നമ്പേഴ്സ് വാങ്ങണം. അപ്പോൾ കമൻറ്റ് എഴുതാം, accept two nums. Next, സമ്മ് കാണണം. find sum. തേർഡ് സ്റ്റെപ്പ്, ഡിസ്പ്ലേ ദി ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. രണ്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണം. അപ്പോൾ ആദ്യം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അഥവാ രണ്ട് വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇൻറ്റ് num1, num2. C++ൽ ഒരു വളരെ നല്ലൊരു പ്രാക്ടീസാണ് ഡിക്ലറേഷൻ. രണ്ട് നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ലൈനിലായിട്ട് എഴുതുന്നത്. ഇൻറ്റ് num2. നെക്സ്റ്റ്, അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഒരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും. ഇത് ഡിക്ലറേഷൻ പാർട്ട്. നെക്സ്റ്റ്, യൂസറിൻ്റെ അടുത്ത് നമ്പർ വാങ്ങാം. cin. ആക്ച്വലി cin യൂസ് ചെയ്യുന്ന മുമ്പ് നമുക്ക് യൂസിങ് നെയിം സ്പേസ് std സോ ദാറ്റ് std : c എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാത്രം. cin num1 and num2. ഈ സ്റ്റേജിൽ യൂസറിൻ്റെ അടുത്ത് രണ്ട് നമ്പേഴ്സ് വാങ്ങി നമുക്ക് ഈ പ്രോഗ്രാം ആസസ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യാൻ ആദ്യം കമ്പൈൽ ചെയ്യണം. g++-o add to num. നമ്മളുടെ C++ പ്രോഗ്രാം ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നുകൂടെ G++ പ്രോഗ്രാം ഉപയോഗിച്ച് add to num.cpp കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് add to num എന്നുള്ള ബൈനറി ആക്കി മാറ്റണം. ലെറ്റ്സ് കമ്പൈൽ ഇറ്റ്. കമ്പൈലേഷൻ കഴിഞ്ഞു. എന്നിട്ട് നമുക്കൊരു ബൈനറി കിട്ടി, add to num. അത് എക്സിക്യൂട്ട് ചെയ്യാം. കേഴ്സർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് എൻ്റർ 12 and 43. അതിൽ നമ്മളെ പ്രോഗ്രാം അവസാനിച്ചു. സോ രണ്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് റിട്ടേൺ ചെയ്തു. ഇറ്റ് ഡസൻറ്റ് ഡു എനിത്തിങ് മച്ച്. ഇനി നമുക്ക് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഫൈൻഡ് സം. അതിന് സം കണ്ടുപിടിച്ചിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. സം ഈക്വൽസ് 0, സം ഈക്വൽസ് രണ്ട് നമ്പേഴ്സ് num1 പ്ലസ്. ഇതാണ് ഒരു ഓപ്പറേറ്റർ, ഈ പ്ലസ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ അഥവാ രണ്ട് ഇൻറ്റിൻ്റെ സമ്മ് കാണാം. num2.
ഇനി അത് പ്രിൻ്റ് ചെയ്യാം. സി ഔട്ട് സം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തിട്ട് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. $45 and $85 $130 റിസൾട്ട് കിട്ടി. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്താം. ഒന്ന് ഒബ്വിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, സം ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ഇങ്ങനെ സം ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിച്ചിട്ട് ഈ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. നെക്സ്റ്റ് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അഗെയിൻ 45 55 100 കിട്ടി. ഒരു ലൈന് ഷോർട്ടാക്കി. ഇനി സീൻ ചെയ്യണ മുമ്പ് നമുക്ക് യൂസറിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേഴ്സർ ചുമ്മാ വന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നുള്ളൊരു ഹെൽപ്പ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് സി ഔട്ട് എൻറ്റർ 2 numbers എന്ന് ഡിസ്പ്ലേ ചെയ്യാം. അഗെയിൻ കമ്പൈൽ ചെയ്ത് നോക്കാം. എൻറ്റർ 2 numbers വന്നു. ഇത് കുറച്ചും കൂടെ ബെറ്ററാണ്, കാരണം യൂസറിന് രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കുറച്ചുകൂടെ ശരിയാക്കാം. 79 എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ 35 + 45 = 80 എന്ന് പ്രിൻ്റ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. അതിനായിട്ട് ആദ്യം 35 പ്രിൻ്റ് ചെയ്യണം. അതിന് num1 പ്രിൻ്റ് ചെയ്യണം. പിന്നെ പ്ലസ് പ്രിൻ്റ് ചെയ്യണം. പ്ലസ് പ്രിൻ്റ് ചെയ്യണം മാത്രമല്ല, പ്ലസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഒരു സ്പേസും വേണം. സോ അതിന് ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണം, ലൈക്ക് ദാറ്റ്. പിന്നെ num2 പ്രിൻ്റ് ചെയ്യണം. അഗെയിൻ ഒരു കോളൻ പ്രിൻ്റ് ചെയ്യണം, പ്ലസ് പോലെ തന്നെ. പിന്നെ സം പ്രിൻ്റ് ചെയ്യണം. ഇത് ഇനി ഒന്ന് സി ഔട്ട് ചെയ്ത് നോക്കാം. സി ഔട്ട് num1, അത് കഴിഞ്ഞ് പ്ലസ്, പിന്നെ num2, പിന്നെ സം ആൻഡ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ടെർമിനേറ്റ് ചെയ്യണം. കമ്പൈൽ ചെയ്ത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 45 and 85 130 കഴിഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് വരുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റിൻ്റെ പ്രശ്നമാണ്. അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് /n, ആക്ച്വലി /n അല്ല, endl, C++ വഴി യൂസ് ചെയ്യാം. endl and then same thing, enter 2 numbers 45 25 gives you 70. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ യൂസറിന് ഫസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. രണ്ട് നമ്പേഴ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 45 and 65 ആൻഡ് എന്ത് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഈ റിസൾട്ട് കിട്ടിയെന്നുള്ള ഇൻഫർമേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ഇനീഷ്യൽ ഔട്ട്പുട്ട്. ഇനീഷ്യൽ ഔട്ട്പുട്ടിൽ എന്തായിരുന്നു? 45 85 കൊടുത്താൽ 130 വരും. ഓഫ് കോഴ്സ് യൂസറിന് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചും കൂടെ ഉപയോഗിക്കാൻ എളുപ്പമാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതിൽ പഠിച്ചിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇൻ കേസ് നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ num3 ഇതിൽ num3 ആക്സെപ്റ്റ് ചെയ്യാം,
and add num3. ഓക്കെ, ഔട്ട്പുട്ടിൽ അതേപോലെ ചേഞ്ച് വരുത്തണം. ഇത് ഈ ലൈൻ വളരെ വലുതായതുകൊണ്ട് I'm going to break it. Cout num1, num2 and then num3 equals sum. Actually add 2 numbers, I'll add 3 numbers. Let's go correct it. Add 3 numbers, 1, 2 and 3. 1 plus 2 plus 3 gives you 6. അങ്ങനെ ഇതിൽ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അരിത്മാറ്റിക് ഓപ്പറേറ്റർ പ്ലസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ 4 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാം, 5 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാം. പിന്നെ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് multiplication, division and remainder, അതിനുള്ള പ്രോഗ്രാം എഴുതാം. 2 നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് 2 നമ്പേഴ്സിൻ്റെ സം കാണാം, അതുപോലെ തന്നെ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കാണാം, 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം, ആൻഡ് ദെൻ ഡിവിഷൻ ആൻഡ് ദെൻ റിമൈൻഡർ. ഈ 3 ഓപ്പറേറ്റേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് റിമൈൻഡർ, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. താങ്ക് യു.